ഹായ് ഗായ്സ്, രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ എനിക്ക് പനിയും കുറച്ച് അലർജി ഇഷ്യൂസൊക്കെ ഉള്ളത് ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടായിരുന്നു പോരുന്നത്. അപ്പം ഇതെൻ്റെ വീടിന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്, ഹോമിയോ ഹോസ്പിറ്റലാണ് വന്നിട്ടുണ്ടായിരുന്നത്. 10:30 ആയപ്പോഴാണ് പോയത്. അപ്പോൾ കുറേ നേരം അവിടെ ബോറടിച്ചിരുന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഒരു കുട്ടിയെ കണ്ടത്. ഇവനാണെങ്കിൽ കുറേ നേരം അവിടെ നിന്ന് കളിക്കുമായിരുന്നു. ഇവന് യാതൊരുവിധ ക്ഷീണമില്ല, എങ്ങും അടങ്ങിയിരിക്കത്തില്ല. അപ്പം ഞാൻ കുറേ നേരം അവനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വരുന്ന എല്ലാവരെയും നോക്കി ചിരിക്കുമായിരുന്നു. അതിനുശേഷം അവൻ അവൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോയി. പിന്നെ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോരുന്നു. പിന്നീട് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ലാബ് വരെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു 4-5 മാസമൊക്കെ കൂടുമ്പോൾ ഇതേപോലെ റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യാറുണ്ട്. ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ ഇതൊക്കെയാണ് ഞാൻ കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. പിന്നെ തൈറോയ്ഡ്, കാരണം എനിക്ക് PCOS ഡയഗ്നോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിന് ശേഷം തൊട്ട് ഞാൻ റെഗുലറായിട്ട് ചെക്കപ്പുകൾ ചെയ്യാറുണ്ട്. എന്തോ എനിക്ക് ഒരു ചെക്കപ്പൊക്കെ കഴിയുമ്പോഴാണ് കുറച്ചൊക്കെ സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നത്. പിന്നെ എനിക്കത്ര ഇഞ്ചക്ഷൻ പേടിയുള്ള ഒരു ആളൊന്നുമല്ല. പിന്നെ പലർക്കും ഇഞ്ചക്ഷൻ പേടിയാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര പേടിയും കാര്യങ്ങളും ഒന്നും ഇല്ല ഇതിനോട്. പിന്നെ ഈ ഒരു ലാബിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് സ്റ്റിച്ചിങ് സെൻറ്റർ വരെ പോകണമായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന ഒരു വഴിയാണിത്. അപ്പോൾ ഇത് അധിക ഒരു റോഡ് വലിയ വികസിതമായ റോഡൊന്നുമല്ല. പിന്നെ ഒരു 2ാമത്തെ ഫ്ലോറിലായിരുന്നു നമ്മുടെ സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നത്. അവിടെ കയറി പോവുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിന് കൊടുത്തിട്ട് കുറേ ദിവസമൊക്കെ ആയി. കുറേ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 2 മാസത്തോളമൊക്കെ അടുപ്പിച്ചായി. പക്ഷേ എനിക്കത് കിട്ടിയിട്ടില്ല, ഇന്നും കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ അടുത്തുള്ളൊരു ബേക്കറി കയറി. അപ്പോൾ കുറേ സ്നാക്സൊക്കെ നോക്കാം എന്ന് വിചാരിച്ച് ആണ് കയറിയത്. കാരണം എൻ്റെ അനിയത്തി സ്കൂളൊക്കെ റീഓപ്പൺ ആയതുകൊണ്ട് അവൾ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു. അപ്പം അവൾ തിരിച്ച് വരുമ്പോൾ അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്നാക്സൊക്കെ നോക്കാനാണ് പോയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്ത സ്നാക്സ് തള്ളി താഴെ ഇട്ടു. പിന്നെ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഞാൻ ചിപ്സ് നോക്കി. പക്ഷേ ചിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അല്ലാതെ ഈ കൊള്ളി ചിപ്സ് ഉണ്ടല്ലോ, അത് നോക്കാം എന്ന് വിചാരിച്ച് എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി സ്പൈസി ആയിട്ടുള്ളതായിരിക്കും നല്ലതെന്ന് വിചാരിച്ചിട്ട് അതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേറൊരു സ്നാക്കും കൂടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഡേ ഞാനും എൻ്റെ അനിയത്തിയും കൂടെ പുറത്ത് പോയിരുന്ന സമയത്ത് അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു കൊടുത്തില്ല. അപ്പം ഇന്ന് സർപ്രൈസായിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അതാണ് 2ാമതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു ലൈമൊക്കെ കുടിച്ചു. അതിനുശേഷം കുറേ സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. പിന്നീട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എനിക്ക് തന്നെ അറിയത്തില്ല എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന്. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഒരു ഇട റോഡ് വഴിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഈ റോഡിൽ അങ്ങനെ അത്ര റഷോ കാര്യങ്ങളോ ഒന്നും ഉള്ളിടമല്ല. അധികം ആൾക്കാരും ട്രാവൽ ചെയ്യുന്ന ഒരു റൂട്ടൊന്നും അല്ലിത്. പിന്നെ കുറച്ചുകൂടി എളുപ്പം വീട്ടിലേക്ക് പോകാൻ ഈ ഒരു വഴിയായതുകൊണ്ട് ഇതുവഴിയാണ് ഞാനെപ്പോഴും തിരിച്ച് വീട്ടിലേക്ക് പോകാറുള്ളത്. പിന്നെ വീട്ടിലാണെങ്കിൽ എനിക്ക് 2 ഫാൻസ് ഉണ്ട്. അപ്പോൾ അവന്മാർ എന്നെ നോക്കിയിരിക്കുമായിരിക്കുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പോയത്. അപ്പം ഇത് രണ്ടും എൻ്റെ ഡോഗ്സാണ്. ഇവന്മാർ ആണെങ്കിൽ ഭയങ്കര സ്നേഹമാണ്. പ്രത്യേകിച്ച് ഈ പോകുന്ന ചെറുത്, അവനൊരു ഹാപ്പി ബേബിയാണ്. അതിനുശേഷം ഞാനൊന്ന് ഫേസ് വാഷൊക്കെ അപ്ലൈ ചെയ്ത് ഒരു ബർഗറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പപ്പടമൊക്കെ പൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പപ്പടം കൂട്ടി ചോറുണ്ണാനാണ് കുറച്ചുകൂടി താല്പര്യം. അപ്പോൾ ഞാൻ പപ്പടമൊക്കെ ചുടുന്നുണ്ട്. എൻ്റെ വീട്ടിൽ തന്നെ ഒരു കടയുണ്ട്. അപ്പോൾ അവിടുന്ന് തന്നെ ഞാൻ പപ്പടം അച്ഛൻ്റെ അടുത്ത് ചോദിച്ച് ഇസ്കിയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതാണ് ഈ ചുട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും ചോറുണ്ടിട്ട് ലാസ്റ്റായിരിക്കും ഞാൻ എന്നും ചോറുണ്ണാറ്. അപ്പം മറ്റാർക്കും പ്രത്യേകിച്ച് പപ്പടം ഒന്നും ചുട്ടു കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മാത്രമുള്ള പപ്പടമാണ് ഈ ചുടുന്നത്. എന്താണെന്നറിയത്തില്ല ഗൈസ്, ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും നൈറ്റ് ആണെങ്കിലും എപ്പോൾ ഫുഡ് കഴിച്ചാലും ഈ വീട്ടിലേറ്റവും ലാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഒരാൾ ഞാനാണ്. ഞാൻ എന്തോ കൃത്യസമയത്ത് കഴിക്കാൻ ശ്രമിച്ചാലും അതിന് നടക്കാറില്ല. അപ്പം ഞാൻ പിന്നെ അതിനൊക്കെ ശേഷം പപ്പടമൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് കഴിച്ചത്. അപ്പോൾ ചോറിന് പപ്പടം, മീൻ കറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും ജസ്റ്റ് പുറത്തേക്കൊക്കെ ഒന്ന് പോയി. ഞാനിപ്പോൾ ഓൺലൈനായിട്ടാണ് കോച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ കാര്യങ്ങളിലോ ഒന്നും പോയി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടോ ഓവർവെൽമഡായിട്ടൊക്കെ തോന്നുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ പുറത്തൊക്കെ പോവും. അപ്പോൾ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാടം, പുഴ, മല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് കുറേ നേരം പോയിരിക്കാനാണ് ഇൻട്രസ്റ്റ്. പിന്നെ പോയി കഴിഞ്ഞ് ഒരു 2-2.5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാതെ തിരിച്ച് വരാറില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്, ബൈ.